വാഹനാപകടത്തെ തുടർന്ന് നടൻ മണിയമ്പിള്ള രാജുവിനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു. അപകടകരമാകുന്ന രീതിയിൽ വാഹനം ഓടിച്ചു എന്നിങ്ങനെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മ്യൂസിയം പോലീസ് കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളോടെയാണ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ നടനെ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. അതേസമയം ബൈക്ക് തന്റെ കാറിൽ വന്നിടിക്കുകയായിരുന്നുവെന്ന് മണിയൻപിള്ള രാജു പറഞ്ഞു. കാർ ഓടിച്ചത് ഞാൻ തന്നെയാണ്. CCTVയിൽ എല്ലാം ഉണ്ടാകും. താനൊരു ക്യാൻസർ രോഗിയാണ്. കൂടാതെ ചിക്കൻ ഗുനിയയും ബാധിച്ചിട്ടുണ്ട്. പെട്ടെന്ന് പാനിക്കായി പോയതുകൊണ്ടാണ് കാറിൽ നിന്നും പുറത്തിറങ്ങാതിരുന്നത്. പതുക്കെയാണ് റോഡ് ക്രോസ് ചെയ്തത്. എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് ബൈക്ക് വീണ് കിടക്കുന്നത് കണ്ടത്. ഉടൻ തന്നെ സുഹൃത്തുക്കളെ വിളിച്ച് അപകടം നടന്നിട്ടുണ്ടെന്നും ആംബുലൻസ് ഏർപ്പാടാക്കണമെന്നും പറഞ്ഞു. രാവിലെ പോലീസിനെ വിളിച്ച് അറിയിക്കുകയും ചെയ്തു. മണിയൻപിള്ള രാജു പറഞ്ഞു. പോരുവഴി മയ്യത്തുങ്കര ഉറൂസിനിടെ പിക്കപ്പ് വാൻ പാഞ്ഞുകയറി വഴിയോര കച്ചവടക്കാർക്ക് പരിക്ക്. തമിഴ്നാട് സ്വദേശിയായ കച്ചവടക്കാരി അടക്കം 5 പേർക്കാണ് പരിക്കേറ്റത്. വ്യാഴാഴ്ച വൈകിട്ട് കൊല്ലന്തേനി ദേശീയപാതയിൽ മയ്യത്തുങ്കര ദർഗാ ഷെരീഫിന് മുന്നിലായിരുന്നു അപകടം. ഭരണിക്കാവ് ഭാഗത്തുനിന്നും എത്തിയ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് ജനത്തിനിടയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. മൺപാത്ര കച്ചവടക്കാരി തമിഴ്നാട് കാഞ്ചീപുരം സ്വദേശിയായ രാജകുമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു. നട്ടലിനും വയറിന്റെ ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വീണ്ടും ഓക്സിജൻ സിലിണ്ടറിന്റെ ഫ്ലോ മീറ്റർ പൊട്ടിത്തെറിച്ചു. സംഭവത്തിൽ വനിതാ അറ്റൻഡർക്ക് പരിക്കേറ്റു. അറ്റൻഡർ ഫാരിഷ ബിബിക്കാണ് പരിക്കേറ്റത്. നെറ്റിയിൽ ഗ്ലാസ് കൊള്ളുകയായിരുന്നു. ഇന്ന് പുലർച്ചെ 2 മണിയോടെ കാഷ്വാലിറ്റിയിലായിരുന്നു അപകടമുണ്ടായത്. ഓക്സിജൻ സിലിണ്ടർ മാറ്റിഘടിപ്പിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക വിവരം. ഫരീഷ ബിബിയുടെ നെറ്റിയിലാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ ട്രോമ ICUവിലേക്ക് മാറ്റിയിട്ടുണ്ട്. നെറ്റിയിലുണ്ടായ പരിക്ക് ഗുരുതരമാണെന്നാണ് വിവരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ കൊല്ലത്ത് മണ്ഡലം മാറ്റം എന്ന ആവശ്യത്തിൽ ഉറച്ച് UDF ഘടകകക്ഷികൾ. കൊല്ലം മണ്ഡലം ലക്ഷ്യമിട്ട RSPയും പുനലൂരിന് പകരം ഇരവിപുരം കണ്ടുവെച്ച മുസ്ലിം ലീഗും സമ്മർദ്ദം ഘടിപ്പിക്കുന്നു. സീറ്റിനായി ഫോർവേഡ് ബ്ലോക്കും രംഗത്തുണ്ട്. എന്നാൽ കൊല്ലം വിട്ടുനൽകാനാകില്ല എന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. കൊല്ലം നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള മാറ്റമാണ് RSPയുടെ ലക്ഷ്യം. തുടർച്ചയായി പരാജയം ഏറ്റുവാങ്ങിയ പുനലൂരിന് പകരം ഇരവിപുരം വേണമെന്ന് മുസ്ലിം ലീഗും ആവശ്യപ്പെടുന്നു. കൊല്ലം നൽകിയാൽ ഇരവിപുരം കൊടുക്കാമെന്ന് RSPയുടെ നിലപാട്. ദേശീയ ജനറൽ സെക്രട്ടറി G ദേവരാജിന് വേണ്ടി ഫോർവേഡ് ബ്ലോക്കും കൊല്ലം ആവശ്യപ്പെടുന്നുണ്ട്. 2016 തെരഞ്ഞെടുപ്പിൽ 17,611 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് കൊല്ലത്ത് LDF വിജയിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇന്നത്തെ സ്വർണ്ണവില 22 ക്യാരറ്റ് ഗ്രാമിന് 190 രൂപ കുറഞ്ഞ് 13,965 രൂപയിലെത്തി. 1 പവൻ 22 ക്യാരറ്റ് സ്വർണ്ണവിലയിൽ 1,520 രൂപയുടെ കുറവാണ് ഉണ്ടായത്. ഇതോടെ 1 പവൻ സ്വർണ്ണത്തിന്റെ വില 1,11,720 രൂപയായി താഴ്ന്നു. അതേസമയം ഇന്ന് സ്വർണ്ണാഭരണം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ GSTയും പണിക്കൂലിയും ചേർത്തുള്ള വില ആഭരണശാലകൾ ഈടാക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം.